തന്നെ പിന്നെ 2 വർഷം കഴിഞ്ഞ് സൗജ പഠിക്കാൻ പോയി. പഠിക്കാൻ MBA HR ആയിരുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ നടന്നത്. കല്യാണം പിന്നെ സൗജ ജോലിയിലേക്ക് കടന്നു. അങ്ങനെയൊക്കെ കുറച്ച് സൗജ ഡാൻസുമായിട്ട് കുറച്ചൊന്ന് വിട്ടു. പിന്നീട് തിരിച്ചു വന്നു ഡാൻസിലേക്ക്. ബാക്ക് ടു ട്രാക്കിലേക്ക് ഇപ്പൊ ഞങ്ങൾ അടുത്തടുത്ത് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല, അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മള് തിരിച്ച് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും സൗജ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. എന്നിപ്പോ ഒരു പല കാര്യങ്ങളിലും എന്നെ തള്ളി വിടുന്നത് സൗജയാണ്. അച്ഛനും അമ്മയും നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്താണ് ഇവിടം വരെ എത്തിച്ചത്. പിന്നെ ഒരാൾ വേണമല്ലോ. അപ്പം പുതിയ എന്താ പറയാ തലമുറയുടെ ഒരു പൾസ് അറിയുന്നതും ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അച്ഛനമ്മ എന്ന് പറയുന്ന അവര് അന്നത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ പാട്ട് പഠിപ്പിക്കുക, അതൊക്കെ അവർ തന്നെയാണ് ചെയ്തത്. പിന്നീടുള്ള ഒരു എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ഡ്രസ് സെലക്ഷൻ തീർച്ചയായിട്ടും അത് സൗജയാണ്. വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ. അതെ അതെ, സൗജ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വൃത്തിക്ക് നടക്കാൻ തുടങ്ങിയത് എന്ന് എല്ലാരും പറയാറുണ്ട്. ശരി, അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് തീർച്ചയായിട്ടും സൗജയ്ക്കാണ്.